ഹായ് ലേണേഴ്സ്. സോ SEO എവല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. AEO വരുന്നു, GEO വരുന്നു, LLMO വരുന്നു, എന്തൊക്കെയോ വരുന്നു. സോ അങ്ങനെ ഒരുപാട് ടേമുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഒരുവിധം അത്യാവശ്യം ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് SEO, AEO, GEO ആൻഡ് LLMO, ഇത് നാലും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് വിസിബിൾ ആവുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. സോ റെഡി ആയിട്ടിരുന്നോളൂ. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഓരോന്നും ചെയ്തു കഴിഞ്ഞാൽ എവിടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ പ്രോസസ്സും ചെയ്യുന്നത്, എന്താണ് ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്നുള്ളതാണ്. സോ നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ആൻഡ് നമ്മൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്ന ആ ഒരു ടേം SEO അഥവാ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഞാനിവിടെ ബെസ്റ്റ് ഇന്റർനാഷണൽ കൊറിയർ കമ്പനി ഇൻ കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ഗൂഗിളിൽ ഫസ്റ്റ് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ SERPയിൽ ഫസ്റ്റ് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ആക്ച്വലി സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എൻജിൻസിൽ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ വെബ്സൈറ്റിന് ഹയർ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഇതാണ് നമ്മൾ കാലങ്ങളോളം ചെയ്തു കൊണ്ടിരുന്നത് അല്ലേ. സോ അവിടെയാണ് നമ്മൾ പുതിയ ടേംസും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള AEO എന്താണെന്ന് നോക്കാം. SEO എന്താണെന്ന് അറിയാം, സെർച്ച് എൻജിനിൽ വെബ്സൈറ്റ് റാങ്ക് ആവുന്നതാണ്. ഇനി AEOയിലേക്ക് വരുന്ന സമയത്ത് ഇത് ആക്ച്വലി സീറോ ക്ലിക്ക് ഒപ്റ്റിമൈസേഷൻ എന്നാണ് നമ്മൾ AEOക്ക് വിളിക്കുന്ന വേറൊരു പേര്. ബേസിക്കലി എല്ലാവരും വിചാരിക്കുന്നത് ഈ AI ഓവർവ്യൂവിൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നവരാണ് AEO എന്നാണ്. അങ്ങനെ ഒരുപാട് ആർട്ടിക്കിളും കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. ബേസിക്കലി ഇവിടെ ഞാനത് ബ്രേക്ക് ചെയ്യാണ്. AEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സീറോ ക്ലിക്ക് ഒപ്റ്റിമൈസേഷൻ ആണ്. AEO നമ്മളെ ഫീച്ചേർഡ് സ്നിപ്പറ്റ്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നമ്മൾ ചില കേസസിൽ നമ്മളെ വെബ്സൈറ്റ് ഫസ്റ്റ് പൊസിഷനിൽ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫീച്ചേർഡ് സ്നിപ്പറ്റ് വരും. ഇതൊരിക്കലും AI ഓവർവ്യൂ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള ഈ ഒരു ഡാറ്റയാണ് നമുക്ക് ഈ വെബ്സൈറ്റിലെ ഡാറ്റ എടുത്ത് പുറത്ത് ഇങ്ങനെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ടാവും. ദിസ് ഈസ് ഫീച്ചേർഡ് സ്നിപ്പറ്റ്. നമ്മളെ വെബ്സൈറ്റിലെ കോണ്ടന്റ് ഇതുപോലെ ഇങ്ങനെ ഫീച്ചേർഡ് സ്നിപ്പറ്റ് ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാവുന്ന മെത്തേഡാണ് AEO. ഫീച്ചേർഡ് സ്നിപ്പറ്റിൽ മാത്രമല്ല, നെക്സ്റ്റ് നമ്മൾ പീപ്പിൾ ഓൾസോ ആസ്ക് അല്ലെങ്കിൽ PA എന്ന് പറയും, പീപ്പിൾ ഓൾസോ ആസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. സോ അവിടെ ഇതുപോലെ നമ്മളെ വെബ്സൈറ്റിൽ കണ്ടുണ്ട് പീപ്പിൾ ഓൾസോ ആസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഷനിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ബേസിക്കലി ഇങ്ങനെ നമ്മളെ കണ്ടന്റ് ഇതിൻ്റെ അകത്തൊക്കെ ഈ ക്വസ്റ്റിൻ്റെ അകത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഫീച്ചേർഡ് സ്നിപ്പറ്റിലും വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നവരാണ് ആക്ച്വലി ആൻസർ എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്. സോ അവിടെ കൺഫ്യൂഷൻ മാറി കിട്ടുകയാണ് എന്താണ് ആൻസർ എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്. ദെൻ നമ്മൾ സെക്കൻഡ് കഴിഞ്ഞു, SEO കഴിഞ്ഞു, AEO കഴിഞ്ഞു. ദെൻ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് പാർട്ട് GEO. സോ അവിടെയാണ് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത്. GEO എന്താണെന്ന് നോക്കുന്ന സമയത്ത് ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ടാർഗറ്റ് ചെയ്യുന്നത് AI പവേർഡ് സെർച്ച് എൻജിൻസിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ വിസിബിലിറ്റി. ഇപ്പം ഞാൻ ബെസ്റ്റ് ഇന്റർനാഷണൽ കൊറിയർ കമ്പനി ഇൻ കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ ട്രാൻസ്ഫെക്സ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ SEOയിലും ട്രാൻസ്ഫെക്സ് വന്നിട്ടുണ്ട്, GEOയിലും ട്രാൻസ്ഫെക്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി ഇത് സീറോ ക്ലിക്ക് അല്ല, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നുണ്ടാവുക നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്തേക്കായിരിക്കും. അപ്പം ജനറേറ്റീവ് എൻജിൻസിന്റെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ബേസ്ഡ് സംബന്ധത്തിൽ നമുക്ക് ഈ AI ഓവർവ്യൂവിൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇതേപോലെ നമുക്ക് അവിടെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപ്ലക്സിറ്റി പോലുള്ള AI പവേർഡ് സെർച്ച് എൻജിൻസിന്റെ അകത്ത് നമ്മുടെ വിസിബിലിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഗൂഗിൾ AIOയിലും പെർപ്ലക്സിറ്റിയിലും ഒക്കെ നമുക്ക് വരാൻ വേണ്ടി ചെയ്യുന്നതാണ്
ബേസിക്കലി ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ LLMO, ലാർജ് ലാംഗ്വേജ് മോഡൽ ഒപ്റ്റിമൈസേഷൻ. സോ ബേസിക്കലി ഇത് ടാർഗറ്റ് ചെയ്യുന്നത് കോൺവെർസേഷണൽ AI മോഡൽസിനെയാണ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ChatGPTയും ജെമിനിയും ക്ലോഡൊക്കെ പറയുന്നുണ്ട്. ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ കോൺവെർസേഷണൽ AI മോഡൽസിൽ ഒരുപാട് AI മോഡൽസ് ഉണ്ട്. കോൺവെർസേഷണൽ AI മോഡൽസിൽ നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസിന്റെ വിസിബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലാർജ് ലാംഗ്വേജ് മോഡൽ ഒപ്റ്റിമൈസേഷൻ ആണ്. സോ ഇപ്പം ബ്രേക്ക് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് SEO ചെയ്യുന്നത്, എന്താണ് AEO, എവിടെയാണ് GEO ചെയ്യുന്നത്, എപ്പോഴാണ് LLMO, ലാർജ് ലാംഗ്വേജ് മോഡൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത്, ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് SEO ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്കറിയാവുന്ന എൻറ്റിറ്റി ബേസ്ഡ് SEO, അതായത് കണക്ഷൻസ് കംപ്ലീറ്റ്ലി വെക്കുക, നമ്മളെ പോയിന്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് കണക്ഷൻസ് വെക്കുക. എന്തൊക്കെയാണോ നമ്മൾ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ വെക്കുക. ചെറിയ ടോക്കൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ ചെറിയ കോണ്ടന്റ് കൊടുക്കുക. ക്വസ്റ്റ്യൻ ആൻസർ മോഡൽ കോണ്ടന്റ് കൊടുക്കുക. സ്കീമ, സ്ട്രക്ചേർഡ് ഡാറ്റാസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സൈറ്റേഷൻസും പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കോണ്ടന്റ് പാർട്ട് നമ്മൾ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ട്രാൻസ്ഫെക്സിനെ റാങ്ക് ചെയ്ത പോലെ തന്നെ ഇവൻ ChatGPTയിൽ പോലും നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു ക്വയറി സെർച്ച് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫെക്സ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ChatGPTയിലും AI ഓവർവ്യൂയിലും അതേപോലെ തന്നെ SEOയിലൊക്കെ നമ്മൾ ഈ ട്രാൻസ്ഫെക്സിന് റാങ്ക് ആയിട്ടുള്ളത് ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. സ്കീമ പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാം, കോൺവെർസേഷണൽ കണ്ടന്റ്സ് യൂസ് ചെയ്യാം. വെബ്സൈറ്റിനകത്ത് എപ്പോഴും കോൺവെർസേഷണൽ കണ്ടന്റ്സ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ചെയ്തിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ കോണ്ടന്റ്സ്, ടോക്കൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാ മോഡൽസിലും റാങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സെർച്ച് എൻജിൻസിലും AI മോഡൽസിലും ഒക്കെ റാങ്ക് ചെയ്യാൻ പറ്റും. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ CDN യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.